മക്കളെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ടോപ്പിക്ക്? ജസ്റ്റ് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും മാത്രമേ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഒറ്റയ്ക്കാതെ കാര്യങ്ങൾ പോവില്ല. അപ്പൊ എല്ലാവരുടെയും ഡൊമൈനും റേഞ്ചും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് ഇരിക്കാണ് പോകുന്നത്. ഓക്കെ, എളുപ്പമാണ് കേട്ടോ. അത് ഇങ്ങനെ പറഞ്ഞുതരാം. ഇനി അതിന് മുമ്പൊരിട്ട് കാര്യം പറഞ്ഞുതരാനുണ്ട്. അതായത് ചിലർക്ക് ഉണ്ടാകുന്ന സംശയമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ്. ഓർമ്മയുണ്ടാവും? സൈൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ കോസ് റേസ് ടു 10x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ഹോൾ റേസ് ടു 10 ആണ്. ഓക്കെ, അതായത് ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ് അല്ല, നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അതായത് കോസ് റേസ് ടു എന്നുള്ളത് കോസ് എക്സ് ഹോൾ റേസ് ടു എന്ന് എഴുതാം. പക്ഷേ സൈൻ ഇൻവേഴ്സ് എക്സിനെ ഇതല്ല, നാച്ചുറൽ നമ്പർ അല്ല -1 എന്ന് പറയുന്നത്. അപ്പൊ എന്താ എഴുതുന്നത്? സൈൻ എക്സ് ഹോൾ റേസ് ടു -1. സൈൻ എക്സ് ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 സൈൻ എക്സ് അല്ലേ? 1 സൈൻ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക് എക്സ് അല്ലേ? കൊസീക് എക്സ് പറയുന്നതാണോ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന വിദ്യമാരൊക്കെ ഉണ്ട്. അപ്പൊ എന്തല്ല, ഇത് നല്ല അസല് ബ്ലണ്ടർ ആണ്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ് അല്ല. കാരണം അതിന് ഇൻവേഴ്സിനെ ഹോൾ ഇൻവേഴ്സ് എഴുതാൻ സാധിക്കില്ല. നാച്ചുറൽ നമ്പേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇങ്ങനെ ഹോൾ ആയിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോ കൊസീക് എക്സ് എന്ന് പറയുന്നത് 1 സൈൻ എക്സ് ആണ്. അതായത് സൈനിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ് കൊസീക് എക്സ് പറയുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് പറയുന്നത് സൈനിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇതൊന്നും ഓർമ്മിപ്പിച്ചതാണ്, ഞാനൊന്ന് വിട്ടുപോയി. ഇനി അങ്ങനെ സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. നമുക്കറിയാം സൈനിന്റെ റെസിപ്രോക്കലാണ് കൊസീക്. ഇൻവേഴ്സിലല്ല, സൈൻ എക്സിന്റെ റെസിപ്രോക്കലാണ് എന്ത്? കൊസീക് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സും കൊസീക് ഇൻവേഴ്സും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? ആ ബന്ധമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൽ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സില് സൈനിന്റെ ഉള്ളിലുള്ള ആള് എക്സ് അല്ല, x/1. അതിന്റെ ഉള്ളിലുള്ള ആളെ റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉള്ളിലുള്ള ആളെ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആരായി മാറും? കൊസീക് ഇൻവേഴ്സ് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? എന്താ ചെയ്തത്? സൈനിന്റെ ഉള്ളിലുള്ള ആളെ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരായി മാറും? കൊസീക് ആയിട്ട് മാറും. അതായത് സൈൻ തന്നെ തിരിഞ്ഞാൽ എന്തായി മാറും? കൊസീക് ആയി മാറും. ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ എങ്ങനെയാണ്? സൈൻ തന്നെ റെസിപ്രോക്കൽ ആയാൽ മാത്രമേ എന്താവുള്ളൂ? കൊസീക് ആയി മാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഉള്ളിലുള്ള ആരാണോ, ഉള്ളിലുള്ള നമ്പർ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ആവുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ആയി മാറും, കൊസീക് ഇൻവേഴ്സ് ആയി മാറും. അപ്പൊ അകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കിയിട്ടാണ് സൈൻ ഇൻവേഴ്സ് ആരാവുന്നത്? കൊസീക് ഇൻവേഴ്സ്. അതുപോലെ തന്നെ കൊസീക്കിന്റെ ഉള്ളിലുള്ള ആള് റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരായി മാറും? സൈൻ ആയിട്ട് മാറും. അതുപോലെ കോസ് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ, കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ റെസിപ്രോക്കൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതായി ആരായി മാറി? സീക്ക് ഇൻവേഴ്സ് ആയിട്ട് മാറി. അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ റെസിപ്രോക്കൽ ആയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആരായി മാറി? കോട്ട് ഇൻവേഴ്സ് ആയിട്ട് മാറി. അപ്പൊ ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. കാരണം എങ്ങനെയാണ് സൈൻ ഇൻവേഴ്സിനെ എവിടേക്ക് ആക്കുക? കൊസീക് ഇൻവേഴ്സിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് നമ്മൾ ഉള്ളിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ സൈൻ ഇൻവേഴ്സിനെ കൊസീക് ഇൻവേഴ്സ് ആക്കാൻ പഠിച്ചു. എന്ത് ചെയ്യണം? ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. കോട്ട് ഇൻവേഴ്സിനെ എങ്ങനെ ടാൻ ഇൻവേഴ്സ് ആക്കുക? ജസ്റ്റ് ഒന്ന് ഉള്ളിൽ തിരിച്ചിട്ട് കൊടുത്താല് മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അപ്പൊ ഇതാണ് ഒരു സെറ്റ് കേട്ടോ. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേരെ വെച്ച് ടീം ആക്കിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ടീം എന്നുള്ളത്? സൈൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. അവർ 3 പേര് ഒരു ടീമാണ്. അതുപോലെ കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് അവരൊരു ടീമാണ്. അപ്പോ നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ സൈനും സൈൻ വിടും, കോസും പിന്നെ ആരാണ്? കോസും അയാളുടെ റെസിപ്രോക്കലായ സീക്കും മാത്രമാണ് നെഗറ്റീവ്. ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവിന് വിഴുങ്ങുന്ന ആൾക്കാർ. ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് അറിയണ്ടാവും കേട്ടോ. ടീച്ചറുടെ ഇതല്ലാത്ത കുട്ടികൾ, ടീച്ചർ +2 അല്ലാത്ത പഠിപ്പിക്കാത്ത കുട്ടികളാണെങ്കിൽ മാത്രമേ സംശയമുള്ളൂ. അതായത് കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് -x എന്ന് വന്നു കഴിഞ്ഞാൽ കോസ് എന്ത് ചെയ്യും? ആ നെഗറ്റീവിനെ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് എന്തായി മാറും? കോസ് എക്സ് ആയിട്ട് വരും. അങ്ങനെ ഈ നെഗറ്റീവിനെ വിഴുങ്ങുന്ന ഫംഗ്ഷൻസിന്റെ പറയുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻസ്. ഓർമ്മയുണ്ടാവും? ഈവൻ ഫംഗ്ഷൻസ്. എന്നാൽ
അതുപോലെ തന്നെ സീക്കിനുള്ളിൽ വന്നു -x വന്നു കഴിഞ്ഞാൽ സീക്ക് എന്ത് ചെയ്യും? ആ നെഗറ്റീവിനെ അങ്ങോട്ട് വിഴുങ്ങും. ഇതിനെന്തായി മാറും? sec x ആയിട്ട് മാറും. അപ്പൊ cos x ഉം sec x ഉം മാത്രമാണ് നെഗറ്റീവിനെ വിഴുങ്ങുന്ന ആൾക്കാർ, അതായത് ഈവൻ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. പക്ഷേ ബാക്കി 4 ഫംഗ്ഷൻസും, അതായത് sin x ആയിക്കോട്ടെ, cosec x ആയിക്കോട്ടെ, tan x ആയിക്കോട്ടെ, cot x ആയിക്കോട്ടെ, ആര് തന്നെയായാലും ഈ നെഗറ്റീവ് x കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ നെഗറ്റീവിന്റെ പുറത്തേക്ക് തട്ടും. പുറത്തേക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് തട്ടിക്കും. ഈ സൈനിന്റെ നെഗറ്റീവ് പിടിച്ചത് കാണുന്ന ത്രാണിയില്ല, വേഗം നെഗറ്റീവ് പിടിച്ച് പുറത്തേക്ക് പുറത്തേക്ക് കിട്ടും. സൈൻ മൈനസ് സൈൻ എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സൈൻ -x പറഞ്ഞാൽ സൈൻ അപ്പൊ തന്നെ നെഗറ്റീവിനെ പിടിച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് ഇടും. എന്ത് ചെയ്യും? സൈനിനെ ആരെ കൂടി ചുമക്കാൻ വയ്യ, നെഗറ്റീവിനോട് ചുമക്കാൻ വയ്യ. അതിനുവേണ്ടി കോസ് ആണെങ്കിൽ മുമ്പ് എന്ത് ചെയ്യും? ആ നെഗറ്റീവിന് വേണ്ടിയിട്ട് ഒന്ന് നേരത്തെ വരും. അപ്പൊ ഈ പുറത്തേക്ക് തട്ടുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻസ്. നെഗറ്റീവിനെ പുറത്തേക്ക് തട്ടുന്ന ആൾക്കാരാണ് ഓഡ് ഫംഗ്ഷൻസ്. അകത്തുള്ള ആൾക്ക് എക്സിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പുറത്തേക്ക് തട്ടുന്ന ആംഗിൾസിന് ഫംഗ്ഷൻസിന് പറയുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻസ്. അതുപോലെ കോസിക്കും നെഗറ്റീവിനെ പുറത്തേക്ക് തട്ടും, ടാൻ പുറത്തേക്ക് തട്ടും, കോട്ടും പുറത്തേക്ക് തട്ടും. അവരൊക്കെ ഓഡ് ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ ഇവർ രണ്ടുപേരും മാത്രമേ എന്തുള്ളൂ? ഈവൻ ഫംഗ്ഷൻസുള്ളൂ. അതായത് നെഗറ്റീവിനെ വിഴുങ്ങുന്ന ഫംഗ്ഷൻസ് ആയിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്ക് വരികയാണ്. അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഈ വിഴുങ്ങുന്ന പരിപാടി ഇല്ല, ഒറ്റ ഫംഗ്ഷൻസും എന്താവുന്നില്ല, ഈവൻ ഫംഗ്ഷൻസ് ഇല്ല, വേണമെങ്കിൽ പുറത്തേക്ക് തട്ടും. അപ്പൊ ഇങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് -x നമ്മുടെ ടീം ഇട്ടാം, കൊസീക് ഇൻവേഴ്സ് ഓഫ് -x, നെക്സ്റ്റ് ആരാ? ടാൻ ഇൻവേഴ്സ് ഓഫ് -x. ഇവരൊക്കെ പുറത്തേക്ക് തട്ടും. സൈനും കൊസീക്കും ടാനും, അത് ഇൻവേഴ്സ് ആണെങ്കിലും സൈൻ ആണെങ്കിലും എന്ത് ചെയ്യും? അവരൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് തട്ടും. മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് x. ഇയാൾക്ക് നെഗറ്റീവ് പിടിച്ചത് കാണാനുള്ള ഒരു ശേഷിയില്ല, അപ്പൊ തന്നെ പിടിച്ച് പുറത്തേക്ക് കിട്ടും. മൈനസ് ഓഫ് സൈൻ. അതുപോലെ ഇവിടെ മൈനസ് ഓഫ് കൊസീക് ഇൻവേഴ്സ് ഓഫ് x. ഇവിടെ എന്താ വരിക? മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ്. ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇവര് 3 പേരും എന്ത് ചെയ്യും? ഈ നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ഇടും. അതിനുവേണ്ടി മറ്റൊരു ആരൊക്കെയാണ്? കോസ് ഇൻവേഴ്സ് ഓഫ് -x, സീക് ഇൻവേഴ്സ് ഓഫ് -x, കോട്ട് ഇൻവേഴ്സ് ഓഫ് -x. ഇവരൊക്കെ ഇവർ പുറത്തേക്കിടും. സംഭവം എന്താണ്? മൈനസിന് പുറത്തേക്കിടും, കോസ് ഇൻവേഴ്സ് ഓഫ് x ആവും പുറത്തേക്കിടും. പക്ഷേ അതിന് മുന്നിൽ ആരും കൂടി ഉണ്ടാവും, ഒരു പൈ കൂടി ഉണ്ടാവും. ഓക്കെ, അതായത് നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ചെയ്യും, പക്ഷെ ഒരാളുടെ സഹായം കൂടി വേണം. അതാരാ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് x. ഇവിടെയും എന്ത് കോസീക് ഇൻവേഴ്സിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ട്, മൈനസിനെ പുറത്തേക്ക് ഇട്ടു, മൈനസ് സീക് ഇൻവേഴ്സ് ഓഫ് x പുറത്തായിരുന്നു, ഒരു പൈ മൈനസ് സീക് ഇൻവേഴ്സ് ഓഫ് x. സീക് ഇൻവേഴ്സ് മൈനസ് പൈ അല്ല, പൈ മൈനസ് സീക് ഇൻവേഴ്സ് x. അതുപോലെ എന്താണ്? കോട്ട് ഇൻവേഴ്സ് എന്ത് ചെയ്തു? പിടിച്ച് പുറത്തേക്ക്, നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ഫ്രണ്ടിൽ പക്ഷെ ആര് വേണം? പൈ സഹായം കൂടെ മാത്രമേ ഇവർക്ക് 3 പേർക്കും നെഗറ്റീവിനെ പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, പൈ മൈനസ് സീക് ഇൻവേഴ്സ്, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇത്രയേ ഉള്ളൂ. സൈനിനെ കൊസീക്ക് ആക്കാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. സൈനും കൊസീക്ക് എന്താണ്? ഉള്ളിലുള്ളതിനെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. ഉള്ളിൽ തിരിച്ചു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആയി മാറി, കൊസീക്ക് ഇൻവേഴ്സ് ആയി മാറി. അപ്പൊ ടാൻ ഇൻവേഴ്സിനെ കോട്ട് ഇൻവേഴ്സ് ആക്കണമെങ്കിലും ഈ ഉള്ളിലുള്ള റെസിപ്രോക്കൽ ചെയ്താൽ മതി. ഇനി നെഗറ്റീവ് സൈനിനെ പുറത്ത് തട്ടുന്ന തരത്തിൽ ആരൊക്കെയാണ് പിടിക്കുമാര്? 3 പേരാണ്. സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും നെഗറ്റീവിനെ സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് തട്ടും. പക്ഷെ ബാക്കി 3 പേർക്ക് ആരുടെ സഹായം വേണം? പൈയുടെ സഹായം വേണം. കോസ് ഇൻവേഴ്സ്, സീക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. നിങ്ങൾ ആ 3 പേരെ ടീമിൽ പഠിച്ചു വെക്കണം. അവർ 3 പേരും എന്ത് ചെയ്യും? നെഗറ്റീവിനെ പുറത്തേക്ക് തട്ടും, പക്ഷെ അവരുടെ ഫ്രണ്ടിൽ ആരും കൂടി വേണം? പൈ. അതായത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x, പൈ മൈനസ് സീക് ഇൻവേഴ്സ് x, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യൂ. അപ്പൊ കുട്ടികളെ നോക്കി, ഇത് കഴിഞ്ഞ കൊല്ലം 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ആണ്, വേഗം ചെയ്യാം. ദ വാല്യൂ ഓഫ് ടാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 ഈസ്. ഓപ്ഷൻ എന്താണ്? -1, 0, 1, ഇൻഫിനിറ്റി, 2. ഇത്രയാണ് ഓപ്ഷൻസ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ്. ആദ്യം എപ്പോഴാണ് നമ്മുടെ സൈനിന്റെ ആംഗിൾസിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം? ഞാൻ എഴുതുകയാണ്. എന്താണ് കണ്ടുപിടിക്കുന്നത്? ടാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 അല്ലെ? നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിന്നാണ് സോൾവ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അല്ലെ? അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ മക്കളെ, സൈൻ ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ ആരുണ്ട്? -1/√2 ഉണ്ട്. സൈൻ ഇൻവേഴ്സിന്റെ അകത്ത് -1/√2. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ഇടും. അങ്ങനെയല്ലേ? ആദ്യം നെഗറ്റീവിനെ സോൾവ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്താണ്? ടാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. സൈൻ ഇൻവേഴ്സ് എന്ത് ചെയ്തു? നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പൊ പിന്നെ ഇവിടെ ആരുണ്ട്? സൈൻ ഇൻവേഴ്സ് ഓഫ് ആര്? 1/√2. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല കേട്ടോ, അതൊന്ന് കാണിച്ചു തരാം. വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ്, ഓക്കെ,
സൈൻ എപ്പോഴാണ് 1/√2 കിട്ടുന്ന ആംഗിൾ ആരാണ്? π/4 അല്ലെ? π/4. ഓക്കെ. ഇനി ടാൻ നെഗറ്റീവ് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞതാണ്. ആകെ 2 പേര് മാത്രമേ വിഴുങ്ങുള്ളൂ. കോസും സീക്കും മാത്രമേ നെഗറ്റീവിനെ വിഴുങ്ങുള്ളൂ. ബാക്കി 4 പേരും നെഗറ്റീവിനെ പുറത്തേക്ക് ഇടും. അപ്പൊ ഈ ടാനും എന്ത് ചെയ്യും? നെഗറ്റീവിനെ പുറത്തേക്ക് ഇട്ടു. ടാൻ എന്ത് കിട്ടും? π/4 which is equal to minus tan π/4 എത്രയാണ്? 1 -1 ആണ് ആൻസർ. അപ്പൊ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. എന്തൊക്കെയാ ചെയ്തത്? ടാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 നമ്മൾ ഏറ്റവും ഉള്ളിൽ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം സൈൻ ഇൻവേഴ്സിന് ഉള്ളിൽ വരുമ്പോൾ ആദ്യത്തെ അപകടം നടക്കുന്നു. അതാരാണ്? മൈനസ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് എന്ത് ചെയ്യുന്ന അറിയാം? പുറത്തേക്ക് തള്ളും. ടൈം ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്തു? നെഗറ്റീവിനെ പുറത്തേക്ക് ഇട്ടു. സൈൻ ഇൻവേഴ്സ് ഓഫ് ആര് മാത്രമേ ഉള്ളൂ? 1/√2. ഇനി നമ്മൾ ഈ ആംഗിൾ പഠിക്കണം. അതായത് എല്ലാ ആംഗിളിന്റെ വാല്യൂസും പഠിക്കണം. ഏത്? 0, അതായത് സൈനും കോസും ടാനും ഒക്കെ 0 ആംഗിളിന്റെ 90 ഡിഗ്രി, പിന്നെ ഏതാണ്? അതായത് π/2, π/3, π/6, π/4 എല്ലാ ആംഗിൾസും നമ്മൾ അതിന്റെ ഒക്കെ വാല്യൂസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എപ്പോഴാണ് വരുന്നത്? π/4 ആവുമ്പോൾ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറയുന്നത് ആരാണ്? π/4 ആണ്. ഒരു ആംഗിൾ അല്ലേ? ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ അറിയില്ലേ? എങ്ങനെ വരിക? അതായത് ഇങ്ങനെ ജസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ 1/√2 ഈക്വൽ ടു ആരാണ്? സൈൻ എക്സ് അല്ലെ? അപ്പൊ എന്താ വരിക? 1/√2 എപ്പോഴാണ് വരുന്നത്? സൈൻ എക്സ് എപ്പോഴാണ്? ഈക്വൽ ടു π/4. സൈൻ എക്സ് എന്താ വരിക? എക്സ് എന്താ? സോറി, എക്സ് ഈക്വൽ ടു എന്താണ്? π/4. എക്സ് ആണ് ഉത്തരം. ഓക്കെ. അപ്പൊ അത് അങ്ങനെ ആലോചിക്കേണ്ട. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറയുമ്പോൾ സൈനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/√2 വരുന്നത്? ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ്? π/4. അപ്പൊ π/4 എഴുതി. പുറത്തൊരു മൈനസ് ഉണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു? ടാനും നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്കിടുന്നു. നെഗറ്റീവിനെ പിടിച്ച് പുറത്തേക്കിടുന്നു. ടാൻ ഇൻവേഴ്സ് അല്ല കേട്ടോ, ടാനാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. പിന്നെ എന്ത് ചെയ്തു? ടാൻ π/4 അറിയണം. എന്താണ്? 1 ആണ്. പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ -1 ആയി. ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണത്? ദ വാല്യൂ ഓഫ് കോസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ഈസ് 4/5, 3/5, 3/4, 2/5, 0. 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? അപ്പോ നമുക്ക് സോൾവ് ചെയ്യണ്ടേ? എന്താണ് സോൾവ് ചെയ്യേണ്ടത്? ഞാൻ എടുത്ത് എഴുതണേ. കോസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. കോസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യാ? ടാനിന്റെ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 3/4 വരുന്നത്? അങ്ങനെ ഒരു ആംഗിൾ നമ്മൾ പഠിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആംഗിൾ നമ്മൾ പഠിക്കുന്നില്ല. തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം എന്തായിരുന്നു? ജസ്റ്റ് നമുക്ക് കറക്റ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2 വരുന്നു. കറക്റ്റ് നമുക്ക് ആംഗിൾ കിട്ടുന്നുണ്ട്. ആംഗിൾ കൊടുക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ഇവിടെ ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ടാൻ ഇൻവേഴ്സിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 3/4? അങ്ങനെ ഒരു ആംഗിൾ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലല്ലോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പോകും? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ ടാൻ ഇൻവേഴ്സ് കളയണം വേണ്ടേ? ടാൻ ഇൻവേഴ്സ് കളയണമെന്നുണ്ടെങ്കിൽ പുറത്താരുള്ളത്? കോസ് ആണ് അല്ലെ? അപ്പൊ കോസിന് എന്ത് ചെയ്യാം? ഒന്നുകിൽ ടാൻ ഇൻവേഴ്സ് നശിപ്പിക്കാൻ ആരെ കൊണ്ടേ സാധിക്കുള്ളൂ? ടാനിനെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കോസിനെ നശിപ്പിക്കാൻ ആരെ കൊണ്ടേ സാധിക്കുള്ളൂ? കോസ് ഇൻവേഴ്സിനെ സാധിക്കുള്ളൂ. ഒന്നുകിൽ ഈ കോസിനെ ആരാക്കി മാറ്റണം? ടാൻ ആക്കി മാറ്റി ടാനും ടാൻ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടാൻ ഇൻവേഴ്സിനെ ആരാക്കണം? കോസ് ഇൻവേഴ്സ് ആക്കിയിട്ട് ഈ കോസും കോസ് ഇൻവേഴ്സും ക്യാൻസൽ ചെയ്യാം. ഈ പുറത്തുള്ള കോസിന് നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ മാറ്റാൻ അത്ര എളുപ്പം അല്ല. അത്രയ്ക്കാണ് എളുപ്പം അല്ല. എളുപ്പം ഏതാണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ മാറ്റാനാണ് എളുപ്പം. ഓക്കെ. അപ്പൊ ടീച്ചറിന്റെ എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളത് എങ്ങനെ ഷോർട്ട് ആയിട്ട് ചെയ്യേണ്ടത്, അതായത് നമുക്ക് കുറെ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത്, അതായത് എങ്ങനെയാണ് ഇതിന്റെ ശരിക്കുള്ള രീതി വരുന്നതെന്ന് വൃത്തിയായിട്ട് ലാബറേറ്റ് ചെയ്ത് പറയാം. പക്ഷെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമല്ല. ഷോർട്ട് ആക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ വിട്ടുകളയും. ഓക്കെ. നമ്മളെ ട്രയാങ്കിൾ യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം? ഈ ടാൻ ഇൻവേഴ്സിനെ ആരാക്കി മാറ്റണം? കോസ് ഇൻവേഴ്സ് ആക്കി മാറ്റണം. വേണമെങ്കിൽ അതിന് ഇക്വേഷൻ ഉണ്ട്. ടാൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് ആക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കണമെങ്കിൽ കുട്ടികളുടെ തലയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പരമാവധി ഇക്വേഷൻസ് കുറവ് പഠിക്കുക. അതാണ് ടീച്ചർ നിർദ്ദേശിക്കുന്ന ഏറ്റവും നല്ല മാർഗം. ഏറ്റവും പരമാവധി എന്ത് ചെയ്യുക? ഇക്വേഷൻസ് പരമാവധി കുറയ്ക്കുക. അതിന്റെ അളവുകൾ പരമാവധി കുറയ്ക്കുക. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ കുറെ തലയിൽ കുത്തി കയറിയിട്ട് നമുക്കതിന്റെ സിറ്റുവേഷൻ മനസ്സിലാവാണ്ട് കുറെ കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം, അതായത് ടാൻ ഇൻവേഴ്സിനെ എന്താക്കി മാറ്റണം? കോസ് ഇൻവേഴ്സ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ടാൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് ആക്കി മാറ്റണമെങ്കിൽ നമ്മളപ്പോൾ ഇതിനല്ലേ മാറ്റാൻ പോകുന്നത്. അപ്പൊ നോക്കൂ കേട്ടോ. ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4നെ എക്സ് എന്ന് എഴുതണം. എന്താണ്? എക്സ് എന്ന് എഴുതണം ടീച്ചർ. അപ്പൊ എന്താണ്? ടാനിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും? ടാൻ ആയി മാറും. അപ്പൊ 3/4 ഈക്വൽ ടു ടാൻ എക്സ്. 3/4 ഈക്വൽ ടു ടാൻ എക്സ്. അപ്പൊ നമുക്ക് അതിന്റെ ട്രയാങ്കിൾ വരയ്ക്കാം. എന്ത് വരയ്ക്കാം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാണ്. എക്സ് ആണ് ആംഗിൾ. അപ്പൊ ടീച്ചർ ഇതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗം ടീച്ചർ എക്സ് എഴുതും.
ടാൻ എക്സിന് ടാനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് സൈഡ് ടു ഏതാണ്? എക്സ്, ആംഗിൾ എക്സ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞ ആംഗിളുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ്, അഡ്ജസന്റ് സൈഡ് ഇതാണ്. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റിന്റെ പൊസിഷൻ ആരെടുക്കുന്നത്? 3 ബൈ അഡ്ജസന്റ്, അഡ്ജസന്റ് പൊസിഷൻ ആരെടുക്കുന്നത്? 4. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് കൊടുക്കുക? 3. അഡ്ജസന്റ് സൈഡിൽ എന്ത് കൊടുക്കുക? 4. മനസ്സിലായോ? അതായത് ടാൻ ഇൻവേഴ്സ് എന്താണോ നമുക്ക് ടാൻ ഇൻവേഴ്സിനോട് കോസ് ഇൻവേഴ്സ് ആക്കേണ്ടത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 നമ്മൾ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ടാൻ ഇൻവേഴ്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ടാൻ എക്സ് ആയി. അപ്പൊ ടാൻ എക്സ് ഈക്വൽ ടു 3/4 എന്ന് വന്നു. അപ്പൊ നമ്മൾ ട്രയാംഗിൾ യൂസ് ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഈ ടാൻ ഇൻവേഴ്സിന് കോസ് ഇൻവേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രയാംഗിൾ യൂസ് ചെയ്ത് ചെയ്യുന്നത് നല്ലത്. അപ്പൊ എന്ത് ചെയ്തു? 3/4 ആണ് അല്ലെ. അപ്പൊ ടാൻ ഒരു എക്സ് നമ്മളോട് എന്ത് ചെയ്തു? 90 ഡിഗ്രി കൊണ്ടുപോയിട്ട് ആ എക്സ് കൊണ്ടിടരുത്. അതല്ലാത്ത ആംഗിൾ പാടുള്ളൂ. 2 ആംഗിളിന്റെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ടീച്ചർ താഴെ ആംഗിളിൽ എന്തുകൊണ്ട് എക്സ് കൊടുത്തു. അപ്പൊ ടാൻ എക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിന്റെ പൊസിഷൻ ആരെടുക്കുന്നത്? 3. അഡ്ജസന്റ് സൈഡിന്റെ പൊസിഷൻ ആരെടുക്കുന്നത്? 4. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് 3 എഴുതി, എക്സിന്റെ അഡ്ജസന്റ് എഴുതി 4 എഴുതി. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആദ്യം പഠിച്ച ഇക്വേഷൻ ഏതാണ്? പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഈ ഇതെന്താ വരിക? √3² + 4² which is equal to √25 which is equal to 5. ഇത് ചെയ്യാൻ നിൽക്കുന്നത് 3, 4, 5 ആ ട്രിപ്പിളിട്ട് പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് 3, 4 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഹൈപ്പോട്ടന്യൂസ് തന്നെ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അത് മറക്കരുത്. 3, 4 ആണെന്നുണ്ടെങ്കിൽ അതായത് അഡ്ജസന്റും ഓപ്പോസിറ്റും 3, 4 അത് തിരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 5 ആയിരിക്കും. അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, നമുക്ക് കോസിലേക്കല്ലേ എത്തേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? cos x equal to എന്ത് ചെയ്യണം? എന്താണ് കോസിന്റെ ഇക്വേഷൻ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് ആരാണ്? 4 / 5 അല്ലെ. അപ്പൊ എന്ത് വരും? കോസ് ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. അപ്പൊ x ഈക്വൽ എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് 4/5. ക്ലിയർ ആണല്ലോ. അതായത് x ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 ആണ്. അതേ x ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആണ്. അതായത് x ഒന്നുകിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 എന്ന് എഴുതുക, അല്ലെങ്കിൽ എന്തെഴുതുക? കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് എഴുതാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 പകരം എന്തെഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് എന്നെഴുതി കോസ് ഇൻവേഴ്സ് ഓഫ് 4/5. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയി. വിച്ച് ഈക്വൽ ടു എന്ത് വരും? 4/5. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. ഇതാണ് സാധാരണ ചെയ്യേണ്ട മെത്തേഡ്. ഇതൊന്ന് സ്പീഡ് ആക്കിയാലും മതി. നമ്മൾ എന്ത് ചെയ്യണ്ട? ഇതിങ്ങനെ ചെയ്യണ്ട, ഇത്രയൊന്നും ചെയ്യണ്ട. ഇനി എന്താ ചെയ്യുക? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 അല്ലേ മാറ്റുന്നത്. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ട്രയാംഗിൾ വരയ്ക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 എന്ന് പറയുമ്പോൾ ട്രയാംഗിൾ വരയ്ക്കുക. എന്ത് ചെയ്തു? എക്സ് എഴുതി. അപ്പൊ 3/4 ടാനിന്റെ 3/4 ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഓട്ടോമാറ്റിക്കലി 35 ആണെന്ന് കിട്ടി. അപ്പൊ cos x അല്ലേ? കോസ് ഇൻവേഴ്സ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും cos x എന്താ വരിക? 4/5. cos x എന്താ വരിക? 4/5. അപ്പൊ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? കോസ് ഇൻവേഴ്സ് ഓഫ് 4/5. ഇത് കുറേ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. എന്താ ചെയ്തത് ടീച്ചർ? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആണ്. അപ്പൊ തന്നെ ട്രയാംഗിൾ വരച്ചു. അതായത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ട്രയാംഗിൾ വരച്ചു. അതിലൊരു എക്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 4 മറ്റേ ടാൻ ആയതുകൊണ്ട് ഓപ്പോസിറ്റിനും അഡ്ജസന്റിനും 3, 4 കൊടുത്തു. ട്രയാംഗിൾ കംപ്ലീറ്റ് ഫില്ലായി. നമുക്ക് ഇനി കോസിലേക്കാണ് എത്തുന്നത്. അപ്പൊ കോസിന്റെ ഇക്വേഷൻ എന്താ? 4/5. അപ്പൊ ടാൻ ഇൻവേഴ്സിന് പകരം കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് എഴുതാം. ഇനി ഇതെല്ലാം സൈൻ ഇൻവേഴ്സിലാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സൈൻ ഇൻവേഴ്സ് പറയുമ്പോൾ സൈൻ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 3/5. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. പുറത്ത് സൈൻ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. ആൻസർ ആരാകുമായിരിക്കും? 3/5 ആകുമായിരിക്കും. മനസ്സിലായോ? ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. മക്കളൊന്ന് നോട്ട് ചെയ്യൂ. എന്ത് മനസ്സിലായെങ്കിലും താഴെ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയോ, എന്തെങ്കിലും ചെയ്യണം. ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലോ എന്തെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഇതൊന്ന് ചെയ്യൂ. അപ്പൊ മക്കളെ, ഈ ക്വസ്റ്റ്യൻ 2014 ചോദിച്ച ഒരു ചോദ്യമാണിത്. എന്താണിത് നമുക്ക് നോക്കാം അല്ലെ. ദ വാല്യൂ ഓഫ് sec² tan inverse of 3 plus cosec² cot inverse of 2 equal to option A 5, option B 13, option C 15, option D 23, option E 25 അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ, എന്താ സംഭവം ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് എടുത്തെഴുതാണ്. അപ്പൊ sec² tan inverse of 3 plus cosec² cot inverse of 2 അല്ലെ. അപ്പോ നമ്മൾ ഓൾറെഡി അറിയാം sec² തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? sec² തീറ്റ എന്ന് പറഞ്ഞാൽ sec θ ഹോൾ സ്ക്വയർ ആണ് അല്ലെ.
സീക്ക് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? സീക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 3യുടെ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൊസീക്ക് കോട്ട് ഇൻവേഴ്സ് ഓഫ് 2ന്റെ ഹോൾ സ്ക്വയർ. അങ്ങനെ എഴുതി കൂടെ എഴുതാലോ. അപ്പൊ ഇത് നമുക്കറിയാം, സീക്കിനെ ഇവിടെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരായി മാറണം? സീക്ക് ആരാവണം? ടാൻ ഇൻവേഴ്സ് ആരായി മാറണം? സീക്ക് ഇൻവേഴ്സ് ആയിട്ട് മാറണം. അങ്ങനെയാണല്ലോ. അതെ. അതുപോലെ കൊസീക്കിന് ക്യാൻസൽ ആണെങ്കിൽ ഇവിടെ ആര് വരണം? കൊസീക്ക് ഇൻവേഴ്സ് വരണം. വേണ്ടേ? അപ്പൊ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് 3 നമുക്ക് അറിയുന്ന ആംഗിൾ അല്ല, കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 നമുക്ക് അറിയുന്ന ആംഗിൾ അല്ല. അപ്പൊ നമുക്ക് എന്തില്ല, ടാൻ ഇൻവേഴ്സിനെ ആരാക്കി മാറ്റിയേ പറ്റുള്ളൂ? സീക്ക് ഇൻവേഴ്സ് ആക്കി മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻവേഴ്സിനെ മറ്റൊരു ഇൻവേഴ്സ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ട്രയാങ്കിള് വരയ്ക്കുന്നു. ഫസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കണേ. ഫസ്റ്റ് ട്രയാങ്കിൾ ടാൻ 3യുടെ ആണ് കേട്ടോ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/1 അല്ലേ? 3/1. 3/1 ടാൻ ആകുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ത് എഴുതി? 3 എഴുതി, അഡ്ജസന്റ് എന്ത് എഴുതി? 1 എഴുതി. അപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് തേർഡ്സ് കണ്ടുപിടിക്കണ്ടേ? തേർഡ്സ് ആണ് എങ്ങനെ വരിക? √3² + 1² which is equal to √9 + 1 which is equal to √10. ഇവിടെ എന്താ വരിക? √10. ഓക്കെ ആണല്ലോ? √10. നമുക്കത് സീക്ക് ഇൻവേഴ്സ് ആക്കാണല്ലോ വേണ്ടത്. എന്താക്കാണോ വേണ്ടത്? സീക്ക് ഇൻവേഴ്സ്. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ? കോസ് എന്താണ്? സീക്ക് അല്ലെങ്കിൽ കോസ് ആരാണ്? കോസ് ആരാണ്? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√10. 1/√10. കോസ് എക്സ് ആണെന്ന് പറയുന്നത്, കോസ് ആണ് എന്ന് പറയുന്നത് 1/√10. അപ്പൊ സീക്ക് ആക്കണമെങ്കിൽ തലതിരിക്കണ്ടേ? റെസിപ്രോക്കലി അല്ലേ വേണ്ടത്? അപ്പൊ എന്താ വരിക? എന്ത് വരും? 1/√10 എന്തായി മാറും? 10/√10/1. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഓഫ് √10. ഓക്കെ, ഹോൾ സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കും. എന്താ ചെയ്തത്? ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ആണ്. അപ്പോൾ ഇതിന് അപ്പം തന്നെ ട്രയാങ്കിൾ വരച്ചു. ഒരു ആംഗിൾ എഴുതി, എക്സ് എഴുതി, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ 3/1. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ മറ്റേ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. നമുക്ക് എന്താണ്? സീക്ക് ഇൻവേഴ്സ് ആക്കണം. സീക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്താ ആലോചിക്കുക? കോസ് ആലോചിക്കുക. കോസിന്റെ റെസിപ്രോക്കലാണ് ആരെന്ന് പറയുന്നത്? സീക്ക്. കോസിന്റെ ഇക്വേഷൻ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/√10. അപ്പൊ അത് റെസിപ്രോക്കൽ അടിക്കുമ്പോൾ സീക്ക് വെക്കുമ്പോൾ അതായി മാറും √10/1, അതായത് √10. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഓഫ് എന്താ? √10. ക്യാൻസൽ ആയി പോയിട്ടോ. പ്ലസ് അതുപോലെ എന്താ? കൊസീക്കിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് വേണം? കൊസീക്ക് ഇൻവേഴ്സ് വേണം അല്ലേ? അപ്പൊ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 അല്ലേ ഇത്? അപ്പൊ എഗെയിൻ ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇതാണ് എക്സ്. അപ്പൊ കൊസീക്ക് ഇതെന്താ? കോട്ട് ഇൻവേഴ്സിൽ കിടക്കുന്നത്. ഇതിലെടുക്കുന്നത് കോട്ട് ഇൻവേഴ്സിലാണ് കിടക്കുന്നത്. അപ്പൊ കോട്ട് എന്ന് പറഞ്ഞാൽ ആളുടെ റെസിപ്രോക്കലാണ്, ടാനിന്റെ റെസിപ്രോക്കലാണ്. ടാൻ ആരാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇവിടെ അപ്പൊ കോട്ട് ആരായിരിക്കും? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, നിങ്ങൾ കോട്ടിന്റെ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്താൽ മതി. അല്ല, നിങ്ങൾ സൈൻ കോസ് ടാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എന്ന് പറഞ്ഞാൽ ആരും റെസിപ്രോക്കലാണ്, ടാനിന്റെ റെസിപ്രോക്കലാണ്. ടാൻ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ കോട്ട് ആരായിരിക്കും? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് അത് 2 അല്ലേ വന്നിരിക്കുന്നത്? അപ്പൊ 2/1 ആണ്. അപ്പൊ അഡ്ജസന്റിന്റെ അവിടെ 2, ഓപ്പോസിറ്റ് അവിടെ 1. എഗെയിൻ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ പൈത്തഗോറസ് വെച്ച് കണ്ടുപിടിക്കാണ്? 1² + 2² which is equal to √5. അപ്പൊ ഇവിടെ √5. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അത് എന്തിനേക്ക് മാറ്റുന്നത്? കൊസീക്കൊക്കെ ആക്കേണ്ടത്. അപ്പൊ കൊസീക്ക് ആരുടെ റെസിപ്രോക്കൽ ആണെന്ന് അറിയാം? സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/√5. സൈനാണ് കേട്ടോ. അപ്പൊ കൊസീക്ക് എന്താ വരിക? 1/√5 തിരിയും. എന്ത് വരും? √5/1. അപ്പൊ √5/1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് √5. ഇതിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ കോസിക്ക് ഇൻവേഴ്സും കൊസീക്കും വെട്ടിപ്പോയില്ലേ? ക്യാൻസൽ ആയിപ്പോയി. വെട്ടിപ്പോന്നില്ല, അതായത് ഇല്ലാണ്ടാവും. അപ്പൊ √10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √10ന്റെ സ്ക്വയർ പ്ലസ് √5ന്റെ സ്ക്വയർ which is equal to 10 + 5. റൂട്ടിന്റെ സ്ക്വയർ സെയിം നമ്പർ ആണെന്ന് അറിയാലോ? 15. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. മനസ്സിലായോ? എന്ന ട്രയാങ്കിൾ വച്ച് സിമ്പിൾ ആയിട്ട് നമ്മളത് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങൾ എന്തുമാത്രം പഠിച്ചാൽ മതി? സൈനും കോസും ടാനും മാത്രം നോക്കി വെച്ചാൽ മതി. ഇനി മറ്റേതൊന്നും അറിയുന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് കഴിയും. ഇനി അത് പഠിക്കാത്തതുണ്ടെങ്കിൽ അത് പഠിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഒരു റെസിപ്രോക്കൽ എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേ മക്കളെ. ഇത് 2013 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എളുപ്പമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് -x പ്ലസ് cos inverse of -1/2 equal to y/2. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കുക. then x equal to ഫസ്റ്റ് ഓപ്ഷൻ √3,
മൈനസ് 1/√3, 1/√3, മൈനസ് √3, 1. ഇത്രയൊക്കെയാണ് ഓപ്ഷൻസ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു 5/2 തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ടാൻ ഇൻവേഴ്സിനുള്ള നെഗറ്റീവ് വന്നാൽ നെഗറ്റീവിനെ നീ പിടിച്ച് പുറത്തേക്ക് ഇടും. അപ്പൊ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, പ്ലസ് കോസും അതുപോലെ തന്നെയാണ്, മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇടും. എന്നിട്ട് എന്തായി മാറും? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആവും. പക്ഷെ ഫ്രണ്ടിൽ ആരുടെ സഹായം വേണം? കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് അയാൾക്ക് ആരുടെ സഹായം വേണം? പൈന്റെ സഹായം വേണം. ഓർമ്മട്ടോ, അയാൾ നെഗറ്റീവിനെ പുറത്തേക്ക് ഇടുന്നതിനോടൊപ്പം എന്നുള്ള ഒരു പൈ കൂടെ മുന്നിൽ ഈക്വൽ ടു 5/2. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എന്ത് ചെയ്യാം? ഇതെന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. എത്രയാണ് വരിക? കോസ് എപ്പോഴാണ് 1/2 എന്ന് പറയുന്ന ആംഗിൾ വരുന്നത്? എത്രയാണ്? പൈ മൈനസ് എത്രയാണ്? 5/3 അതറിയണോ? 5/3 1/2 കോസ് 1/2 വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 5/2. ഓക്കെ ആണല്ലോ. അപ്പൊ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക? ചെയ്യണോ? സ്റ്റെപ്പ് ചെയ്യണോ? എന്താ വരിക? 2π/3 ഇറ്റ് ഈസ് ഈക്വൽ ടു 5/2. ഓക്കെ, ഇനി അപ്പുറത്തേക്ക് കൊണ്ട് നോക്കാം. മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താ വരിക? ഇയാൾക്ക് മൂവ്മെന്റ് വരും 5/2 പ്ലസ് 2π/3 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2π/3 അല്ലെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3π മൈനസ് 3π മൈനസ് 4π അല്ലെ. അപ്പൊ എത്ര വരും? മൈനസ് 5/6 ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 5/6 അല്ലെ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 5/6. അപ്പോൾ ടാൻ 5/6 എത്രയാണ്? എക്സ് ഈക്വൽ ടു എത്ര വരിക? 1/√3. ഓക്കെ ആണല്ലോ. 1/√3. അപ്പൊ ഏതാണ് 1/√3? ഓപ്ഷൻ സി. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അയ്യോ, മക്കളോട് കാര്യം പറയാൻ ഞാൻ മറന്നു. നിങ്ങൾ മെറ്റീരിയലിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ദയവ് ചെയ്ത് മെറ്റീരിയലില് ആ ഓപ്ഷനിൽ കയറിയിട്ട് എന്ത് ചെയ്യരുത്? ആദ്യത്തെ ഓപ്ഷനിൽ ടിക്ക് ചെയ്യരുത്. അത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വേറെ എഴുതുക. ആ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ നാളെ ഇടയ്ക്കെങ്ങാണ്ട് ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയാലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത്, അതായത് ടിക്ക് ചെയ്ത ആൻസറാണ് കാണുന്നത്. അത് കാണുമ്പോൾ പിന്നെ അത് ചെയ്യാൻ വലിയ സന്തോഷം ഉണ്ടാവില്ല. അതായത് കണ്ടുപിടിക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ല, ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ല, അത് പോയി കിട്ടും. അപ്പോൾ അതുള്ളവർക്ക് അത് പോയി കിട്ടും, തീർച്ചയായിട്ടും പോയി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യരുത്? നമ്മുടെ മെറ്റീരിയലിനകത്ത് ഇതുപോലെ നിങ്ങളുടെ ഗ്രീസിൽ വന്ന പോലെ എന്ത് ചെയ്യരുത്. നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യുക? സി എന്ന് പറയുന്നതാണ് ആൻസറിന് എഴുതി വെക്കുക. നോട്ട്ബുക്കിലോ എന്താ എഴുതി വെക്കുക. ഒരിക്കലും മെറ്റീരിയലിൽ ഒരിക്കലും ടിക്ക് ചെയ്യരുത്. അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ആകെ 2 സെറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി 2-3 സെറ്റ് പ്രോപ്പർട്ടീസ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ ചാപ്റ്റർ കഴിയും. അപ്പോൾ മക്കളെ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? പറയുക. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന്